ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഞാനിങ്ങനെ ഓർത്തു പോവുകയായിരുന്നു, കർത്താവ് എപ്പോഴും ഈ ഏറ്റവും മുന്തിയ വീഞ്ഞ് അവസാനത്തേതിൽ വെച്ചുവല്ലോ എന്ന് കർത്താവ് വീഞ്ഞ് വർദ്ധിപ്പിച്ചപ്പം ആളുകളോട് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ, ഇന്ന് ഈ സമയത്ത് ഈ ആഴ്ചയുടെ അവസാനത്തെ ഈ ദിവസത്തിൽ ഏറ്റവും മുന്തിയ വീഞ്ഞ് പോലുള്ള ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്നത്തെ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് നൽകാനായിട്ട് പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞാൽ ഹല്ലേലൂയ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവരെയും. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, ഇന്നൊരു കീ സ്പോൺസറാണ് യമുന ബാബു ഫ്രം പൂനെ ആണ്. താങ്ക് യു. ഇന്ന് മകൻ അരുൺ ബാബുവിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ അരുൺ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ ദൈവികമായ സമാധാനവും സന്തോഷമുണ്ടാകുവാൻ, അതുപോലെ ബുക്ക് ഓഫ് ലൈഫിൽ പേരെഴുതിയ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്ന് അവരെ മാനിക്കണമേ, ഉയർത്തണമേ, അനുഗ്രഹിക്കണമേ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. അതോടൊപ്പം തന്നെ നമ്മുടെ വയു അഡ്വാൻസ് മറക്കരുത്. അടുത്ത വ്യാഴം വെള്ളി ഈ 2 ദിവസങ്ങളിലായിട്ട് നടക്കുകയാണ്. ശക്തമായിട്ടുള്ള മീറ്റിംഗ് ആണ്. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്യാമ്പ്. രജിസ്റ്റർ ചെയ്യുക. ഒരു നൈറ്റ് മാത്രമേ സ്റ്റേ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും അതിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ തന്നെ ആ വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ എൻകൗണ്ടർ നൈറ്റ് എന്ന പേരിലുള്ള അതിശക്തമായിട്ടുള്ള മീറ്റിംഗ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് അന്ന് രാത്രി 12 മണി വരെയോളം നീണ്ടു നിൽക്കുന്ന മീറ്റിംഗ് ആണ്. അതിലേക്ക് അത് ഫുൾ ഓപ്പൺ ആണ്, ആർക്കും കടന്നു വരാം. 30 വയസ്സല്ല, 40 50 60 70 80 90 100 എത്ര വയസ്സുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് കടന്നു വന്ന് സംബന്ധിക്കാം. അതുകൊണ്ട് അന്ന് വൈകുന്നേരം ഇത് എല്ലാവർക്കും ഓപ്പണാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് ഞാൻ അതിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങൾ കോഴിക്കോടുണ്ട്. ഗ്ലോയുടെ പ്രൊമോഷൻ ടൂറുമായിട്ടുള്ള ബന്ധത്തിൽ പലരും കണ്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി കടന്നു വരിക. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സാധിക്കും. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗ്ലോ കോൺഫറൻസിൻ്റെ കൂടെ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. 21 വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ള ആർക്കും സഹോദരിമാർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും പ്രത്യേകിച്ചുള്ള ആരാധനയുണ്ട്. കൊച്ചിയിലാണെങ്കിൽ 8 മണിക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയുള്ള ആരാധന വ്യത്യസ്തമായ ഹോളുകളിലൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10 മണിക്ക് നമ്മുടെ ബൈലിംഗൽ സർവീസ് തുടങ്ങുന്നു. അത് നമ്മുടെ അതേ സർവീസ് തന്നെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും അതേ സമയത്ത് തന്നെ പ്രത്യേകിച്ചുള്ള ആരാധനകളുണ്ട്. നിങ്ങളുടെ തൊട്ടരികിൽ ഒരു ബ്ലെസ്സിങ് ടുഡേ ചേർച്ച് ഉണ്ടെങ്കിൽ ദയവായി അവിടെ കടന്നു ചെല്ലുക. വലിയ അനുഗ്രഹങ്ങൾ, നന്മകൾ ഒക്കെ കർത്താവ് ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും എപ്പിസോഡിലൂടെ കാണാം. എന്നാൽ അതിനു മുന്നമേ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവുമായിട്ട് ബ്രദർ ഡാമിൻ കാത്തു നിൽക്കുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ച മുഴുവൻ ഒരു മോർണിംഗ് ഗ്ലോറി പോലും മുടങ്ങാതെ നിങ്ങൾ കണ്ടുവെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിലുണ്ട്. ബ്ലെസ്സിങ് ടുഡേ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. അതിനകത്തും ആർക്കൈവ്സിൽ അത് കാണും. കാരണം ഓരോ കാര്യങ്ങളും ബിൽഡ് ചെയ്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായം 3-ാം വചനത്തിലെത്തി നിൽക്കുകയാണ്. തുടക്കം മുതൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു യേശുവിൻ്റെ മേലുള്ള അഭിഷേകത്തിലൂടെ നമുക്ക് എന്ത് കിട്ടും? അവനാണ് യഥാർത്ഥ അഭിഷിക്തൻ. ആ അഭിഷിക്തനിലൂടെയാണ് നമുക്ക് അഭിഷേകം കിട്ടുന്നത്. ആ അഭിഷേകത്തിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഈ യേശയ്യാ 61-ൽ നമ്മൾ കാണും. അതിൽ ഓരോന്നും നമ്മൾ കണ്ടു. ഒന്ന്, യേശുവിൻ്റെ മേലുള്ള ഈ അഭിഷേക നിമിത്തം 7 ശുശ്രൂഷകൾ അവൻ ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു. ആ 7 ശുശ്രൂഷകളിൽ തന്നെ അതിനെ ജീസസ് മിനിസ്ട്രി വിത്ത് ജിയോർ എന്നാണ് ഞാൻ സാധാരണ പറയാറ്. 7 തരത്തിലുള്ള ഒരേ അഭിഷേകം, പക്ഷേ 7 തരത്തിലുള്ള ശുശ്രൂഷകളാണ് യേശുവിലൂടെ പുറത്തേക്ക് വരുന്നത്. യേശുവിൻ്റെ 7 റോളുകൾ ഇതിനിടയിൽ ഞാൻ സംസാരിച്ചായിരുന്നു ആ അഭിഷേകം നിമിത്തം. ഇത് കൂടാതെ നമുക്ക് കിട്ടുന്ന പല നന്മകളുണ്ട്. അതിൽ ഓരോന്നാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കർത്താവിൻ്റെ പ്രസാദവർഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ 3-ാം വചനത്തിലേക്ക് വന്നിട്ട് സിയോനിലെ ദുഃഖിതന്മാർക്ക്
എന്തൊക്കെയാണ് കർത്താവ് തരുന്നതെന്ന് എന്ന് വെച്ചാൽ അവിടെ പറയുന്നത് എ ക്രൗൺ ഓഫ് ബ്യൂട്ടി ഇൻസ്റ്റഡ് ഓഫ് ആഷസ്, വെണ്ണീറിന് പകരം സൗന്ദര്യ കിരീടം നൽകുന്നു. അതുപോലെ തന്നെ വിലാപത്തിന് പകരം ആനന്ദ തൈലം നൽകുന്നു. പിന്നെ പറയുന്നത് ഗാർമെന്റ് ഓഫ് പ്രൈസ് ഇൻസ്റ്റഡ് ഓഫ് എ സ്പിരിറ്റ് ഓഫ് ഡെസ്പെയർ, വിഷണ്ണ മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി നൽകുന്നു. അതിനുശേഷം പറയുകയാണ് they will be called ox of righteousness, a planting of the Lord for the display of his splendor. അവരുടെ പേര് മാറുമെന്ന് പറയുന്നത്. ഈ അഭിഷേകം വന്നു കഴിഞ്ഞാൽ അവരുടെ പേര് മാറിയിട്ട് അവർ വിളിക്കുന്നത് ഓക്സ് ഓഫ് റൈച്ചസ്നസ്, നീതിയുടെ ഓക്കുമരങ്ങൾ, എ പ്ലാന്റിംഗ് ഓഫ് ദ ലോർഡ്. ദൈവത്താൽ ദൈവത്തിൻ്റെ പ്ലാന്റിംഗ് ആയ നീതിയുടെ ഓക്കുമരങ്ങൾ, ഫോർ ദ ഡിസ്പ്ലേ ഓഫ് ഹിസ് സ്പ്ലെൻഡർ, അവൻ്റെ വലിയ മഹത്വം പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയുള്ള നീതിയുടെ ഓക്കുമരങ്ങൾ. ഞാൻ ഈ ഭാഗം ആദ്യമായി ശ്രദ്ധിക്കുന്നത് 1998 എറണാകുളം സിറ്റിയിൽ നമ്മൾ ആദ്യമായി നടത്തിയ ഒരു മൽഘോഷ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. അതിൽ ശുശ്രൂഷിച്ച ദേവദാസൻ പ്രസംഗത്തിനിടയിൽ ഇത് ശക്തമായി വിളിച്ചു പറയും. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നീതിയിൻ ഓക്കുമരങ്ങൾ എന്നറിയപ്പെടും. അപ്പോഴാണ് എന്നെ ഇത് ശ്രദ്ധിച്ചത്. ആ സമയത്ത് ഓഡിയോ കസറ്റുകളുടെ കാലമാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ അല്ലല്ലോ എന്ന്. അപ്പോൾ വളരെ നേരത്തെ ഒരു ടേപ്പ് ഇങ്ങനെ 2 ചക്രത്തിൽ ഇങ്ങനെ കറങ്ങുന്ന ഓഡിയോ ടേപ്പുകളുടെ കാലമാണ്, ഓഡിയോ കസറ്റുകൾ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ആലുവയിൽ പോയി ഒരു സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം എഡിറ്റ് ചെയ്ത് ഈ പറയുന്ന പോലെ ഓഡിയോ കസറ്റിലാക്കി അത് കോപ്പികളെടുത്ത് ഒത്തിരി പേർക്ക് കൊടുത്തു. അന്ന് എൻ്റെ തല കയറിയ സാധനമാണിത്. ഓക്സ് ഓഫ് റൈച്ചസ്നസ്, ദൈവമക്കളെ ദൈവം തൻ്റെ അഭിഷേകം കൊണ്ട് നീതിയുടെ ഓക്കുമരങ്ങളാക്കി മാറ്റും എന്നാണ് അവിടെ പറയുന്നത്. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. എന്തോ ഒന്ന് കർത്താവ് ചിലർക്ക് വേണ്ടിയൊക്കെ ചെയ്യാൻ പോകുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ വരുന്നു. ഓക്സ് ഓഫ് റൈച്ചസ്നസ്, എ പ്ലാന്റിംഗ് ഓഫ് ദ ലോർഡ്. ദൈവം നട്ടുപിടിപ്പിച്ച, ദൈവം വളർത്തിയെടുത്ത നീതിയുടെ ഓക്കുമരമായി ദൈവം നിന്നെ മാറ്റുന്നു. അപ്പൊ അവിടെ യു വിൽ ബി റീനെയിംഡ് ദി ഓക്സ് ഓഫ് റൈച്ചസ്നസ്. നിന്റെ പേര് പുനർനാമകരണം ചെയ്ത്, അപ്പനൊട്ടൊരു പേരുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് നെയിം, അല്ലെങ്കിൽ ഗിവൺ നെയിം, പിന്നെ ഒരു മിഡിൽ നെയിം, പിന്നെ ഒരു സർ നെയിം, ഇതൊക്കെ കാണും. പിന്നെ നാട്ടുകാർ വിളിക്കുന്ന ചില പേരും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം നിനക്കൊരു പേരിടുക. എന്താണത്? ഓക്സ് ഓഫ് റൈച്ചസ്നസ്, നീതിയുടെ ഓക്കുമരങ്ങൾ. ഈ ഓക്കുമരം കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഓക്കുമരത്തെ കുറിച്ച് ഒന്നൊരു ഗവേഷണം നടത്തിയാൽ, ഓക്ക് ട്രീസ് ആർ very hard, strong, lofty, magnificent trees. ഭയങ്കര ഹാർഡ് വുഡാണ്. സാധാരണ ടൈപ്പ് ഇതൊന്നുമല്ല. ഓക്കുമരം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ലോഫ്റ്റ്, ഭയങ്കര ഉയരത്തിൽ വളരും, വളരെ സ്ട്രോങ് ആണ്. അതിൻ്റെ നിപ്പ്, ഈ മരം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ, ഓക്കുമരം നിൽക്കുന്നത് കണ്ടാൽ തന്നെ വളരെ മാഗ്നിഫിഷ്യൻ്റ് സൈറ്റാണ്. ഭയങ്കരമായ, ആരും ഇങ്ങനെ നിന്നു പോകും. അതാണ് ഓക്കുമരം. ഓക്കുമരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, 100 കണക്കിന് വർഷങ്ങൾ ഇങ്ങനെ നിന്നോളും. പല തലമുറകൾ വന്നു പോവും, പല തലമുറകൾ അതിനടിയിൽ കൂടെ പോവും, പല തലമുറകൾ അതിനടിയിൽ ജീവിക്കും, അതിൻ്റെ ഷെൽട്ടറിൽ നിൽക്കും. പക്ഷെ ഇത് മരിക്കാതെ ഇങ്ങനെ വളരെ ഒരു ജയന്റ് ട്രീ ആയിട്ട് അതവിടെ ഇങ്ങനെ നിൽക്കും. അതാണ് ഓക്കുമരം. മറ്റൊരു പ്രത്യേകത ഈ ഓക്കുമരത്തിനുള്ളത്, ദേ ആർ ഡീപ്ലി റൂട്ടഡ്. ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ ഇങ്ങനെ ഇറങ്ങി പോകും. പെട്ടെന്നൊന്നും അതിനെ ആർക്കും അപ്രൂട്ട് ചെയ്യാൻ സാധ്യമല്ല. സാധാരണ കാറ്റുകൾക്കോ കൊടുങ്കാറ്റുകൾക്കോ ഒന്നും ഓക്കുമരത്തെ കടപുഴകി വീഴ്ത്തുവാൻ സാധ്യമല്ല. സാധാരണ ഒരു മഴയത്തോ കാറ്റത്തോ ഒന്നും ഇത് വീഴില്ല. അത്രയ്ക്ക് ശക്തിയുള്ള, കരുത്തുള്ള, ഒരു കാതലുള്ള ഒരു വൃക്ഷമാണ് ഈ ഓക്കുമരം എന്ന് പറയുന്നത്. ഇനി ഇത്
പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലോട്ട് വരുന്നൊരു വചനഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. സങ്കീർത്തനങ്ങൾ 1 ആദ്യത്തെ 2-3 വചനങ്ങളാണ്. അറിയാവുന്ന ഒരു ഭാഗമാണെന്ന് അറിയാം. അവിടെ പറയുന്നത്, ബ്ലെസ്ഡ് ഈസ് ദ വൺ ഹു ഡസ് നോട്ട് വാക്ക് ഇൻ സ്റ്റെപ്പ് വിത്ത് ദ വിക്കറ്റ് or stand in the way that sinners take or sit in the company of mockers. അവിടെ അറിയാലോ, ദുഷ്ടന്മാരുടെ ഈ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചെയ്യുന്ന എന്ന് പറയുന്ന ആ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. സാധാരണ എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാതെ, നാട് ഓടുമ്പോൾ നടുവേ ഓടാതെ, വ്യത്യസ്തരായി, വ്യത്യസ്തരായി. ഞാൻ ചില വിശ്വാസികളുടെയൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ ഒരു വ്യത്യാസമില്ല മറ്റുള്ളവരുമായിട്ട്. അവരുടെ ജീവിതത്തിനോ ജീവിത രീതികൾക്കോ അപ്പുറത്തെ വീട്ടിൽ ഉള്ളവരുമായി അല്ലെങ്കിൽ അവിശ്വാസികളായി രക്ഷിക്കപ്പെടാത്ത ബോണഗേൻ അല്ലാത്ത വീണ്ടും ജനിക്കാത്ത ആളുകളുമായി യാതൊരു വ്യത്യാസവും കാണില്ല. ആകെയുള്ളൊരു വ്യത്യാസം, അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ചോമ്പടിച്ചൊരു ബൈബിൾ ഇരിപ്പുണ്ട്, ഒരു വാട്ടോസ് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തീയ ഗാനങ്ങളുടെ എന്തെങ്കിലും ഒരു CD-യോ DVD ഒക്കെ അവളുടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് പിന്നെ ഞായറാഴ്ച ഒന്ന് പോകുന്നുണ്ട്, ചർച്ചിൽ പോകുന്നു, വരുന്നു, ഇടയ്ക്കൊരു സങ്കീർത്തനമൊക്കെ വായിക്കും, ചിലപ്പോൾ കുടുംബ പ്രാർത്ഥനയിലും ഇതുപോലൊക്കെ വായിക്കും, പ്രാർത്ഥിക്കാൻ. ഒരു വ്യത്യാസമില്ല. വ്യത്യാസം വരുന്നത് എവിടെയാണ്? ജീവിതത്തിൽ. അതിനേക്കാൾ കൂടുതൽ മതഭക്തന്മാർ രക്ഷിക്കപ്പെടാത്ത ആളുകളിൽ കാണും. എന്നാൽ വ്യത്യാസം വരുന്നത് എവിടെയാണ്? വ്യത്യാസം വരുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ എന്ന് പറയുമ്പോൾ പാപികളായ സകല മനുഷ്യരും ജീവിക്കുന്ന അതേ ശൈലിയിൽ ജീവിക്കാതെ വേർപെട്ട മറ്റൊരു ജീവിതചര്യയുള്ള, ദിനചര്യയുള്ള, കർത്താവിനോട് കൂടെ നടക്കുന്ന, വചനം അനുസരിക്കുന്ന ആ ഒരു ജീവിത രീതിയിലേക്ക് വരുമ്പോഴാണ് മാറ്റം വരുന്നത്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഈ 1-ാം വചനത്തിൽ പറഞ്ഞ് പരാമർശിച്ച് തുടങ്ങിയത്. 2-ാം വചനത്തിൽ, ബട്ട് ഹൂസ് ഡിലൈറ്റ് ഈസ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ്. എന്നാൽ അവരുടെ ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന, ആൻഡ് ഹു മെഡിറ്റേറ്റ്സ് ഓൺ ഹിസ് ലോ ഡേ ആൻഡ് നൈറ്റ്, രാപകൽ അവൻ്റെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്ന, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കുകയും രാപകൽ അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അവരെക്കുറിച്ച് 3-ാം വചനത്തിൽ, ദാറ്റ് പേഴ്സൺ ഈസ് ലൈക്ക് എ ട്രീ പ്ലാന്റഡ് ബൈ സ്ട്രീംസ് ഓഫ് വാട്ടർ. അങ്ങനെ ഒരാള് ആറ്റരികത്ത് നട്ട വൃക്ഷം പോലെ ഇരിക്കും. which yields fruits in season. സമയമാകുമ്പോൾ ധാരാളം ഫലം കായ്ക്കുന്നൊരു വൃക്ഷം. whose leaf does not wither. ഇല വാടുന്നില്ല. whatever they do prospers. whatever they do prospers. അവർ ചെയ്യുന്നതെല്ലാം അഭിവൃദ്ധിപ്പെടുന്നു എന്നാണ് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു എന്നുണ്ട് മലയാളത്തിൽ പറഞ്ഞു. whatever they do prospers. അവർ ചെയ്യുന്നതെല്ലാം കൈ എവിടെ തൊടുന്നു അവിടെ അഭിവൃദ്ധിയും ഐശ്വര്യവും സമൃദ്ധിയുമാണ്. ഇതാണ് ഞാൻ ഈ നീതി നോക്കുമരങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ യേശുവിൻ്റെ മേലുള്ള അഭിഷേകത്തിലൂടെ നമ്മളെല്ലാവരും എന്തായിത്തീരും? നീതിയുടെ ഒക്കുമരങ്ങളായി മാറും. അപ്പോൾ ഒക്കുമരത്തെക്കുറിച്ചുള്ളൊരു പിക്ചർ കിട്ടിക്കാണും. ഭയങ്കരമായ ഉത്തുംഗമായി നിൽക്കുന്ന വൃക്ഷങ്ങൾ. അതുപോലെയായിരിക്കും യേശുവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവ് പ്രാപിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കാൻ പോകുന്നത്. മഴ വന്നാലും കാറ്റ് വന്നാലും കൊടുങ്കാറ്റ് വന്നാലും അതിൻ്റെ തലപ്പൊക്കെ ഇത്തിരി ആടിയാലും അതിൻ്റെ തായ്തടിയോ വേരോ 1 മില്ലിമീറ്റർ അനങ്ങില്ല, അവിടെ നിൽക്കും. എന്ന് മാത്രമല്ല, കരുത്തോടെ നിൽക്കുന്ന, ഊക്കോടെ നിൽക്കുന്ന ഈ വൃക്ഷത്തിൻ്റെ ഇല ഒരിക്കലും വാടിപ്പോവില്ല. ഒരിക്കലും പാടിപ്പോകില്ല. തക്ക സമയത്തിൽ ഫലമുണ്ടാകും.
92-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് എവിടെയാണ്? വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ക്കും. വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഓ ഐ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയാണ്, ഉൾക്കരുത്തില്ലാത്ത, മനക്കരുത്തില്ലാത്ത നിസ്സാര വിഷയങ്ങളിൽ പോലും തൊട്ടാവാടി പോലെ ഇങ്ങനെ ആയിപ്പോകുന്ന പലരെയും കർത്താവ് നീതിയുടെ ഓക്കുമരമായി മാറ്റാൻ പോവുകയാണ്. ഈ നീതി എന്നവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ വ്യാഖ്യാനമാണ്, പിടിച്ചോ. ക്രിസ്തുവിൻ്റെ നീതി സൗജന്യമായി രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടി. എൻ്റെ നീതി പ്രവൃത്തികളൊക്കെ മെൻസ്ട്രൽ ക്ലോത്ത് പോലെയാണ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ, കറ പിടിച്ച അഴുക്ക് പിടിച്ച തുണി പോലെയാണ്. പക്ഷേ യേശുവിൻ്റെ നീതി എനിക്ക് കിട്ടി. ഇനി ആ നീതിയിലാണ് ഞാൻ നിൽക്കുന്നത്, ആ നീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അങ്ങനെ ആ നീതി ലഭിച്ച ഞാൻ തൊട്ടവാടി പോലെയല്ല ഇരിക്കുന്നത്, ഓഷധി പോലെയല്ല ഞാൻ ജീവിക്കുന്നത്, വെറും ചൂരച്ചെടി പോലെയല്ല എൻ്റെ ജീവിതം. എങ്ങനെയാ? ഓ ഓ ഓ ഓ നീതിയുടെ ഓക്കുമരമായി മാറും. ഈ ഫേർണിച്ചറൊക്കെ ഉണ്ടാക്കുമ്പോഴേ ആദ്യം തന്നെ ആ മരാശാരിമാരും ആളുകളൊക്കെ നോക്കുന്നത് കാതലുണ്ടോന്ന്. കാതലുള്ള മരം വെച്ച് പണിയണേ ആശാരി. കാർപ്പൻറ്റേഴ്സിനോട് പറയുന്നത് കാതലുണ്ടോന്ന്. കാരണം ആദം കിടന്നോളും. എൻ്റെ വീട്ടിൽ, ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ, എനിക്കൊരു ഗ്രാൻഡ് ഫാദർ കട്ടിലുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദർ കിടന്ന കട്ടിലാണ്. അതിലല്ല ഞാൻ എപ്പോഴും കിടക്കുന്നത്. പക്ഷേ ഓർമ്മയ്ക്ക് വേണ്ടി എൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അന്ന് മുതൽ എത്രയോ പതിറ്റാണ്ടുകളായി ആ വീട്ടിൽ കിടന്ന ഒരു കട്ടിൽ ഞാനിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുവന്നിട്ടേക്കുക. അപ്പൊ അതിൻ്റെ ഇനി അത് പല തലമുറകൾ കിടക്കാനുള്ള സാധ്യത. കാരണം ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും അതിന് സംഭവിച്ചിട്ടില്ല. ആ അന്നത്തെ പോലെ ഇന്ന് ഇരിപ്പുണ്ട്. അത് ഞങ്ങൾ ആകെ ചെയ്തത് ഒന്ന് പോളിഷ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കുമരത്തിന്റെ പ്രത്യേകത അതാണ്. അടുത്തത് കേട്ടോ, ഈ ഒരു ഓക്കുമരം ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ, എവിടെയെങ്കിലും ആകാശം മുട്ടെ ഒരു ഓക്കുമരം ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഓർക്കണം, ആ ഓക്കുമരം നിൽക്കുന്ന ഒരു ശവക്കുഴിയിലാണ്. എല്ലാ ഓക്കുമരവും നിൽക്കുന്നൊരു ശവക്കുഴിയിലാണെന്നറിയാമോ? അതായത് അതിൻ്റെ എക്കോൺ, അതിൻ്റെ സീഡ്, അതിൻ്റെ വിത്ത്, അതിൻ്റെ കായ് വീണ് അത് മരിച്ചു. അത് മരിച്ചതിൻ്റെ ശവക്കുഴിയിലാണ് ഒരു സാപ്ലിംഗ് പുറത്തേക്ക് വന്നത്. അത് വളർന്നാണ് ഒരു ചെറുവൃക്ഷമായി, പിന്നീട് ഒരു പടുവൃക്ഷം, ഒരു വൻവൃക്ഷമായി അത് മാറിയത്. അതിൻ്റെ അർത്ഥം ഒരു വലിയ വളർച്ച, ഒരു ഇതൊക്കെ കാണുമ്പോൾ ഓർക്കണം, അതിൻ്റെ പുറകിൽ എന്തോ ഒരു മരണം നടന്നിട്ടുണ്ട്. അത് നിൽക്കുന്നത് ഒരു ശവക്കുഴിയിലാണ്. യോഹന്നാന്റെ സുവിശേഷം 12:24 കർത്താവ് പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയിരിക്കും, ചത്തുവെങ്കിലും വളരെ ഫലമുണ്ടാകും. യേശുവിനെ കുറിച്ച് തന്നെ പറഞ്ഞു, തൻ്റെ മരണത്തെക്കുറിച്ച്. താൻ മരിച്ചു, അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. ഈ ഓക്കുമരത്തിന്റെ ഒരു കായ്, ഒരു വിത്ത്, അത് ആദ്യം മരിക്കുന്നു. അതിൽ നിന്നാണ് ഇത്രയും വലിയൊരു വളർച്ച ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തകർന്ന് തരിപ്പണമായി ചതഞ്ഞു, ഇനിയൊരു ജീവിതമില്ല എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, ഉയർപ്പിന്റെ ശക്തി വന്ന് മുളപ്പിച്ച് വളർത്തി അതിൻ്റെ ശാഖകളും ഉപശാഖകളും ഇലകളും പൂക്കളും കായ്കളും ഒക്കെയായി അതിനെ ഭയങ്കരമായ രീതിയിൽ കാറ്റടിച്ചാൽ പോലും വീഴാത്ത രീതിയിൽ വളർത്തിയെടുക്കുന്ന ഒരഭിഷേകം യേശുവിൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിലുണ്ടെന്ന്. ഹലോ ഹലോ ഹലോ, ഞാൻ നിങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളുടെ പേര് നീതിയുടെ ഓക്കുമരം. എല്ലാവരും ഒന്ന് ലൈവ് ചാറ്റിൽ എഴുതിയിട്ടെ, എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്, എൻ്റെ പേര് നീതിയുടെ ഓക്കുമരം. ഇന്ന് മുതൽ എൻ്റെ പേര് നീതിയുടെ ഓക്കുമരം എന്നാണ്. കാതലുള്ള, ഇങ്ങനെ വളരെ 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 ഒരു വലിയൊരു ഗ്രാൻഡ്ചറോടുകൂടി നിൽക്കുന്ന ഒരു മരമാണ് ഞാൻ. കാരണം ഈ ഞാനാകുന്ന ഓക്കുമരത്തിന്റെ കരുത്ത് നീതിയാണ്. ആരുടെ നീതി? ക്രിസ്തുവിന്റെ നീതി. എൻ്റെ സ്വന്തം നീതിയല്ല, ന്യായപ്രമാണത്താൽ എനിക്ക് ലഭിക്കുന്ന സ്വന്തം നീതിയാലല്ല, ക്രിസ്തുവിലൂടെയുള്ള നീതിയിൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിച്ചിട്ട് പൗലോസ് പറയാണ്, അയ്യോ 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 അയ്യോ, എത്ര
എത്ര ഭയങ്കരമാണ് കർത്താവിൻ്റെ നീതി നമുക്ക് തരുന്ന കരുത്ത്. ഓ മൈ ജീസസ്, ഇതെങ്ങനെയൊക്കെ പറഞ്ഞ് പിടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനൊരു കാര്യം പറയുന്നു, കർത്താവ് ഇത് കേൾക്കുന്ന ഇതിൻ്റെ ലൈവ് സ്ട്രീമിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരും റീപ്ലേ കാണുന്ന നിങ്ങൾക്ക് ഒരു വിളിയുണ്ട്, നീതിയുടെ ഒക്കുമരമായി ജീവിക്കാൻ. ആ വിളിയിലേക്കാണ് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരും കൈ ഉയർത്തി എല്ലാവരും ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ, ഞാൻ നീതിയുടെ ഓക്കുമരമാണ്. കർത്താവ് എന്നെ വിളിക്കുന്ന പേരാ, കർത്താവ് നമ്മളെ വിളിക്കുന്ന പേരാ, നീതിയുടെ ഓക്കുമരങ്ങൾ. തളരില്ല, ഓടിയില്ല, കടപുഴകില്ല, വീണ് കിടക്കില്ല. നമ്മുടെ വേരുകളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ആഴത്തിലോട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കർത്താവിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മൊത്തം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആയുഷ്കാലത്തൊരു മനുഷ്യന് നിന്റെ നിലനിൽക്കും, നിന്റെ നേരെ പർവ്വതം നിൽക്കില്ല, നിനക്കെതിരെ ആയുധം വലിക്കയില്ല. ഇങ്ങനെ ഒരു 5-6 കാര്യം ഞാനങ്ങ് പറഞ്ഞു. ഈ ആഴ്ചയിൽ അതിനോട് കണക്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. കർത്താവിൽ ബലപ്പെട്ട് നിങ്ങൾ നിൽക്കും. ഈ ബ്ലെസ്സിംഗ് ടൂറോട് നിങ്ങളൊരു പാർട്ട്ണറാകണം, തീർച്ചയായിട്ടും പാർട്ട്ണറാകണം. കാരണം വലിയൊരു ശുശ്രൂഷയാണ് നമുക്ക് ചെയ്ത് തീർക്കാനുള്ളത് നമ്മുടെ ആയുസ്സിൽ. അതുകൊണ്ട് സഹകരിക്കണം എല്ലാവരും. ഒരു ദിവസം പോലും ദയവായി മോർണിംഗ് ഗ്ലോറി കാണാതിരിക്കില്ലേ. നോട്ട്സ് കുറിച്ച് വെക്കണം, കണ്ടാൽ മാത്രം പോലും നോട്ട്സ് കുറിക്കണം. എന്നിട്ടത് പഠിച്ച് വചനത്തിൽ വേരൂന്നി നിൽക്കണം. നാളെ സൺഡേ ആണ്. ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് ടൂർ ചർച്ചിലേക്ക് വരണം. ഒരു സാധ്യതയും ഇല്ലാത്തവർ മാത്രം ഹാർവസ്റ്റ് ടിവിയിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്പിലോ വെബ്സൈറ്റിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക, കൈകൾ നീട്ടിപ്പിടിക്കാം. യേശുവിൻ നാമത്തിൽ ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ എല്ലാവരിലും ഉണ്ടാകട്ടെ. നീതിയുടെ ഓക്കുമരം എന്നതുപോലെ കരുത്തുള്ളവരായ എല്ലാവരും മാറട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ കർത്താവെ, ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. പ്രത്യേകിച്ച് കഴുത്തിൻ്റെ പുറകിൽ പെയിനുള്ള ഒരാൾ ഇപ്പോൾ സൗഖ്യമാകും. അതുപോലെ തന്നെ ഷോൾഡർ, ഈ സ്പോണ്ടിലൈറ്റിസ് പോലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ യൂട്ടേറിയൻ ക്യാൻസർ, ഗർഭാശയത്തിനകത്തൊരു സൗഖ്യമുണ്ടാകട്ടെ. സെർവൈക്കൽ ക്യാൻസർ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ളത്, കിഡ്നികളുടെ പ്രോബ്ലംസ്, ലിവറിൻ്റെ പ്രോബ്ലം, അതുപോലെ ഷുഗർ പ്രോബ്ലം, യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. റെയർ ഡിസീസുകൾ ഇപ്പോൾ സൗഖ്യമാകും. കർത്താവ്, ഞങ്ങളുടെ നാമത്തിൽ ഈ സമയത്ത് ജനങ്ങളുടെ മേൽ രോഗസൗഖ്യത്തിൻ്റെ ആത്മാവിനെ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഷോർട്ടായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്, പക്ഷേ റിസൾട്ട് വലുതായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന വിടുതലുകൾ, അനുഗ്രഹങ്ങൾ, സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കണം. ബ്ലെസ്സിംഗ് ടുഡേ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിലിലോ കോൾ സെൻറ്ററിൽ വിളിച്ചൊക്കെ ഞങ്ങളെ അറിയിക്കണം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നാളെ ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ കാണാം. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും മോർണിംഗ് ഗ്ലോറിയിലൂടെ കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.